വിശ്വാസ സമൂഹത്തിനായി സ്തോത്രം. കർത്താവ് നൽകി തന്ന എല്ലാ നന്മയ്ക്കും നന്ദി. തിരുവചനം ഞങ്ങൾക്ക് മനസ്സിലാകുവാനിടയാകണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ലോകമനുഷ്യനെയും വിശ്വാസിയെ ഒരുപോലെ അലട്ടുന്നതാണ്. ലോകത്തിൽ വിശ്വാസികൾക്കും അല്ലാത്തവർക്കും എല്ലാം വീണുപോയ ലോകം അത്ര സുഗമമല്ല. ലോകത്തിൽ ഏറെ പ്രതിസന്ധികളുണ്ട്. എന്നാൽ പ്രതിസന്ധികളുടെ നടുവിലാണ് വിശ്വാസിയെ തിരിച്ചറിയുന്നത്. അവിടെയാണ് ഒരു വിശ്വാസിയുടെ ഉറപ്പും അവൻ്റെ ജീവിതത്തിൽ ഉള്ള സ്ഥിരതയും നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാനൊരു ഉദാഹരണം ഉപയോഗിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റിൻ്റെ നടുവിൽ 276 പേര് യാത്ര ചെയ്യുന്ന ഒരു കപ്പലിൽ, അപ്പോസ്തലപ്രവൃത്തി 27-ാമത്തെ അധ്യായത്തിൽ, ഈശാനമൂലൻ എന്ന് പറയുന്ന കൊടുങ്കാറ്റ്, വളരെ വലിയ കൊടുങ്കാറ്റ് വന്ന് കപ്പലിലുള്ളവർക്ക് രക്ഷപ്പെടും എന്നുള്ള ആശ നശിച്ചുപോയി എന്നാണ് അവിടെ വായിക്കുന്നത്. അനേക ദിവസങ്ങളായി അവിടെ ഉള്ളവർ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് നിലവിളിക്കുന്ന ഒരു സന്ദർഭം. അതിന് നടുവിൽ അപ്പസ്തോലൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നൊരു വാക്കുണ്ട്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. വളരെ ഉറപ്പുള്ള വാക്കുകൾ. അപ്പോൾ ആ ഭക്തനെ അതിൻ്റെ നടുവിൽ വേർപെടുത്തിയത്, കൊടുങ്കാറ്റ് 276 പേരെ ഒരുപോലെ അടിച്ചു. എന്നാൽ അതിൻ്റെ നടുവിൽ ഈ മനുഷ്യനൊരു വ്യത്യസ്തനാണ്. ഈസ് വെരി കോൺഫിഡൻറ്റ്. അപ്പോൾ ലോകത്തിൽ നമുക്ക് പ്രതിസന്ധികളൊക്കെ വരുമ്പോഴേ അതിൻ്റെ നടുവിൽ ഉറപ്പോടെ നിൽക്കാൻ നമുക്ക് കഴിയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഈ സങ്കീർത്തനം ഒരു പ്രാർത്ഥനാ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിലെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ നമുക്കൊന്ന് കാണാനായിട്ട് കഴിയും. ഒന്നാമത് നോക്കിക്കാട്ടെ, അദ്ദേഹം പറയുകയാണ് 10-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ 10-ാമത്തെ വാക്യത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത്, എൻ്റെ ജീവിതം സങ്കടം കൊണ്ട് നിറഞ്ഞൊരു ജീവിതമാണ്. ലൈഫ് ഫുൾ ഓഫ് സോറോസ്. രണ്ടാമത് നമ്മളെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ 10-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, എൻ്റെ അകൃത്യ നിമിത്തം എൻ്റെ ബലം ക്ഷയിച്ചു. ഐ ആം വീക്ക്. ഞാൻ ദുഃഖിതനാണ് എന്ന് മാത്രമല്ല, ഞാൻ സാഹചര്യത്തിൻ്റെ നടുവിൽ ബലഹീനൻ ആണ്. 12-ാമത്തെ വാക്യത്തിൽ നോക്കിക്കാട്ടെ, അവിടെ അദ്ദേഹം പറയുകയാണ്, മരിച്ചവനെ പോലെ എന്നെ എല്ലാവരും മറന്നു കളഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഫോർഗോട്ടൺ മാൻ. നമുക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വലിയ പ്രയാസമാണ്. മറ്റുള്ളവർ നമ്മെ മറന്നു കളയുന്നു, വിട്ടുകളയുന്നു. ഒരു വിവാഹത്തിന് വിളിക്കാതെ പോയെങ്കിൽ അകത്തുണ്ടാകുന്ന ദുഃഖം നമുക്ക് മനസ്സിലാകുമല്ലോ. ഒരു പ്രത്യേക കൂട്ടത്തിൽ എല്ലാവരെയും വിളിച്ചു, നമ്മെ വിളിച്ചില്ല. അപ്പോൾ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നു, മരിച്ചവരെ മറന്നു പോയതുപോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കും. അപ്പോൾ ദുഃഖമുണ്ട്, ബലഹീനതയുണ്ട്, ജീവിതത്തിൽ മറന്നു കളഞ്ഞു എന്നുള്ള ദുഃഖം ഉണ്ട്. എന്ന് മാത്രമല്ല, നോക്കിക്കാട്ടെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടി ആലോചന ചെയ്ത് എൻ്റെ ജീവനെ എടുത്തു കളവാൻ നിരൂപിച്ചു. അവിടെ ഒരു ഭയം നമുക്ക് കാണാൻ കഴിയും. ജീവിതം ഭയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു നല്ല കാലത്ത് അല്ലെങ്കിൽ നല്ല സമയമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. ദുഃഖമുണ്ട്, ബലഹീനതയുണ്ട്, ജീവിതത്തിൽ ഭയമുണ്ട്, ജീവിതത്തിൽ മറ്റുള്ളവർ മറന്നു കളഞ്ഞോ എന്നുള്ള വേദന തൻ്റെ ജീവിതത്തിലുണ്ട്. ഇതിനെല്ലാം കൂടെ അദ്ദേഹം ഇപ്രകാരമാണ് 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ലൈക്ക് എ ബ്രോക്കൺ വെസൽ എന്ന് പറഞ്ഞാൽ ഹോപ്പില്ല എന്നാണല്ലോ. പാത്രം ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രത്യാശയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ജീവിതത്തിൻ്റെ സാഹചര്യത്തെ എല്ലാം നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. ദാവീദിൻ്റെ സങ്കീർത്തനമാണ്, ഇതൊരു പ്രാർത്ഥനാഗീതമാണ്.
എന്നാൽ ഇതിൻ്റെ നടുവിൽ അദ്ദേഹത്തെ വിശ്വാസത്തിൽ വീരനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ദുഃഖത്തിൻ്റെ വാക്കുകൾ, സങ്കടത്തിൻ്റെ വാക്കുകൾ ഒക്കെ നമ്മുടെ നാവിൽ നിന്ന് പൊങ്ങി വരും. എങ്കിലും ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുള്ള ഒരു ഭക്തൻ അതിൻ്റെ നടുവിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസിനെ ആ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ ഉറപ്പോടെ നിർത്തിയതിൻ്റെ കാരണം അവിടെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇൻ ഗോഡ്. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി തീർത്തി. നമുക്കിവിടെ ഒന്ന് നോക്കാം. സങ്കീർത്തനക്കാരനായ ദാവീദിനെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഉറപ്പോടെ നിർത്തിയത് എന്താണെന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. യഹോവേ, 14-ാം വാക്യം, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദൈവമേ. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഹീ ബിലീവ്സ് ഇൻ ഗോഡ്. അപ്പോൾ അതാണ് തൻ്റെ ജീവിതത്തിൻ്റെ കോൺഫിഡൻസ്. അതാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ട്, ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, മറ്റുള്ളവർ മറന്നു കളഞ്ഞു എന്നുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ ആയുസ് ഉടഞ്ഞതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, എങ്കിലും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു കർത്താവേ, ഐ ബിലീവ് ഇൻ യു. അവിടെയാണ് ഒരു നങ്കൂരം, ജീവിതത്തിന് വലിയ ഒരു കോൺഫിഡൻസ്. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് മാത്രമല്ല, താൻ പറയുകയാണ്, നീ എൻ്റെ ദൈവമാകുന്നു. 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം, യഹോവേ, ഞാൻ നിന്നിൽ, നീ എൻ്റെ ദൈവം, യു ആർ മൈ ഗോഡ്. അപ്പോൾ വലിയ ഉറപ്പുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ്. നീ എൻ്റെ ദൈവമാണ്. ഈ ദൈവം ആരാണെന്ന് ഈ സങ്കീർത്തനം പഠിക്കാൻ താല്പര്യമുള്ളവർ വാക്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ദൈവത്തെ വിശേഷിപ്പിച്ചിട്ടുള്ള പദമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. 1-2 ഞാൻ പറയാം. 4-ാം വാക്യത്തിൽ നീ എൻ്റെ ദുർഗമാണ്. 3-ാം വാക്യത്തിൽ നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമാണ്. അപ്പോൾ പറയാണ്, ഈ ദൈവം എൻ്റെ ദൈവമാണ്, യു ആർ മൈ ഗോഡ്. അപ്പോൾ വേദനയുടെ നടുവിൽ അദ്ദേഹം പറയാണ്, ഞാൻ ദൈവമേ, നീ എൻ്റെ ദൈവമാകും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, കർത്താവെ, ഞാൻ നിന്നിൽ ആശ്രയിക്കും. മൂന്നാമത് തൻ്റെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, വൈ ഹി വാസ് പീസ്ഫുൾ. അപ്പോൾ ദൈവമായിരിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവം തൻ്റെ ജീവിതത്തിൽ എല്ലാമാണ്, വിശ്വസ്തനാണ് എന്ന്, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്ന് മാത്രമല്ല. അവിടെ നോക്കാട്ടെ, 14-ാമത്തെ വാക്യത്തിൽ, 15-ാം വാക്യത്തിൽ, എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിൽ, മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്. അവിടെയാണ് വിശ്രമം. ഒന്നുകൂടെ ആ വാചകം ഒന്ന് ചിന്തിച്ച് നോക്കി. അദ്ദേഹത്തിൻ്റെ ടൈം അത്ര സന്തോഷമുള്ള സമയമല്ല, ടൈംസ് ആർ ബാഡ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്, എൻ്റെ കാലഗതികൾ ദൈവമേ, ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്, നിൻ്റെ കയ്യിൽ. ജീവിതത്തിൻ്റെ ഈ വളരെ കലുഷിതമായ ലോകത്തിൽ നമുക്ക് സ്ഥിരത തരുന്നത് ഇതാണ്, ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ അദ്ദേഹം ദൈവത്തിലുള്ള വിശ്വാസം പറയുമ്പോൾ 6-ാം വാക്യം നോക്കാട്ടെ, ദൈവത്തിലുള്ള വിശ്വാസം എത്ര ഏകാഗ്രമാണെന്നുള്ളത് കാണാൻ കഴിയും. മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു. എൻ്റെ അർത്ഥം, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവത്തെയാണ്, ആ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, എൻ്റെ കാലഗതികൾ, മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഇതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനം തരുന്നൊരു വലിയ ഒരു സ്റ്റേറ്റ്മെൻ്റാണത്. എൻ്റെ ജീവിതകാലം ദൈവത്തിൻ്റെ കരത്തിലാണ്. സഭാപ്രസംഗി വായിക്കുമ്പോൾ സഭാപ്രസംഗി നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, ടൈംസ് ചേഞ്ച്, കാലങ്ങൾ മാറുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. നോക്കിക്കാട്ടെ, അവിടെ നമ്മൾ വായിക്കുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ എല്ലാറ്റിനും ഒരു കാലമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, പണിയാനൊരു കാലം, ഇടിപ്പാനൊരു കാലം, കരയാനൊരു കാലം, ചിരിപ്പാനൊരു കാലം. അപ്പോൾ കാലങ്ങൾ മാറും, ടൈംസ് ചേഞ്ച്.
ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജീവിതത്തിൻ്റെ പുറകോട്ടൊന്ന് നോക്കിയാൽ എല്ലാ കാലവും ഒരുപോലെ അല്ലായിരുന്നു. കാലങ്ങൾ ഓരോ സമയങ്ങളിൽ മാറി മാറി വന്നു. സന്തോഷം കൊണ്ട് നിറഞ്ഞ സമയമുണ്ട്, എന്നാൽ സങ്കടം കൊണ്ട് നിറഞ്ഞ സമയമുണ്ട്. ജീവിതത്തിൽ ഏറെ നേട്ടങ്ങളുണ്ടായ സമയമുണ്ട്, ചിലപ്പോൾ കോട്ടങ്ങളുണ്ടായ സമയമുണ്ട്. അപ്പോൾ ഇവിടെ സഭാപ്രസംഗി പറയാണ്, ടൈംസ് വിൽ ചേഞ്ച്, കാലങ്ങൾ മാറും എന്ന് വായിക്കുന്നു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുള്ളത്, ദൈവമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. ഗോഡ് ഈസ് ബിഹൈൻഡ് ഇറ്റ്. ദൈവത്തിൻ്റെ കാര്യത്തിലാണ്. ഇവിടെ പറയുകയാണ് സങ്കീർത്തനക്കാരൻ, എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിൽ ആകും. ഇറ്റ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. എന്താ അതിൻ്റെ വ്യത്യാസം? കാലങ്ങൾ മാറുന്നെങ്കിലും കരങ്ങൾക്ക് മാറ്റമില്ല. എൻ്റെ വിശ്വാസം, അപ്പം ഇവിടെ പറയുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ വിശ്വാസം, എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു എന്നാണ്. എൻ്റെ കാലഗതികൾ മാറാം. നല്ല കാലം, മോശകാലം, പ്രയാസമുള്ള കാലം, ഇതൊക്കെ വന്നേക്കാം. എന്നാൽ കാലങ്ങൾ മാറി വന്നാലും ഇരിക്കുന്ന ആ കാലങ്ങൾ നിൻ്റെ കയ്യിലാണ്, മാറ്റമില്ലാത്തവൻ്റെ കയ്യിൽ. ഉള്ളം കൈ കൊണ്ട് ഭൂമിയിലെ സമുദ്രത്തിലെ വെള്ളമെല്ലാം അളക്കുന്നവൻ്റെ കരത്തിൽ അല്പം ഒന്ന് ചിന്തിച്ചു നോക്കണം. വലിയ കരമാണ്. അതുകൊണ്ടാണ് ഒരു പാട്ടുകാരൻ പാടിയത്, എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചൻ. ഉറപ്പ് തരുന്നത് അവിടെയാണ് എന്നുള്ളത് ഓർക്കണം. ദൈവത്തിൻ്റെ കരം എത്ര നല്ല കരമാണ്. ആ കരം പരാജയപ്പെടാത്ത കരമാണ്. എൻ്റെ കാലഗതികൾ ഇരിക്കുന്ന കരം മാറ്റമില്ലാത്ത കരമെന്ന് മാത്രമല്ല, പരാജയപ്പെടാത്ത കരമാണ്. യിരെമ്യാ 18 വായിക്കുമ്പോൾ ഒരു കഥ അതിനകത്ത് കാണാൻ കഴിയും. ഒരു കുശവൻ പാത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൈകളിൽ ഇരിക്കുമ്പോൾ തന്നെ പാത്രം ഉടഞ്ഞുപോയി. കളിമണ്ണെടുത്ത് കളഞ്ഞില്ല, വീണ്ടും ഒരു പാത്രമാക്കി. ഇതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? കളിമണ്ണ് പരാജയപ്പെട്ടാലും കുശവൻ പരാജയപ്പെടത്തില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അല്ലെങ്കിൽ പരാജയങ്ങൾ വന്നാലും ദൈവത്തിൻ്റെ കരത്തിലാണ്. അൺഫെയിലിംഗ് ഹാൻഡ് ഓഫ് ഗോഡ്, നോട്ട് ഓൺലി ആഡിക്വറ്റ്, സ്ട്രോങ് ഹാൻഡ് ഓഫ് ഗോഡ്. വളരെ ശക്തമായ ദൈവത്തിൻ്റെ കരത്തിലാണ് എൻ്റെ കാലഗതികൾ എന്ന് മാത്രമല്ല, എൻ്റെ കാലഗതികൾ ഒരിക്കലും പരാജയപ്പെടാത്ത ദൈവത്തിൻ്റെ കരത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പഴയ നിയമത്തിൽ നിന്നൊരു ചെറിയ കഥ ഉദ്ധരിക്കാം. പഴയ നിയമം 2 ശമൂവേൽ 24 അധ്യായത്തിൽ ദാവീദ് ജനത്തെ എണ്ണുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് തൻ്റെ രാജ്യത്തിൽ. ദൈവിക നിയമപ്രകാരം അത് ശരിയല്ല, അതിന് അനുവാദമില്ല. എങ്കിലും ലംഘിച്ച് എണ്ണിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അത് അനിഷ്ടമായെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ന്യായം വിധിക്കാൻ തീരുമാനിച്ചു. ഗോഡ് ഡിസൈഡഡ് ടു പണിഷ്. ഓപ്ഷൻ ദാവീദിന് കൊടുത്തു. ഇങ്ങനെയാണ് ദൈവം കൊടുത്തത്. 3 ഓപ്ഷൻ കൊടുത്തു. 7 സംവത്സരം ക്ഷാമം, അല്ലെങ്കിൽ 3 മാസം ശത്രുക്കൾ നിന്നെ പിന്തുടരും. മൂന്നാമത്തേത്, അല്ലെങ്കിൽ 3 ദിവസത്തെ പെസ്റ്റിലൻസ്, മഹാമാരി. അപ്പോൾ ദാവീദിന് 3 ഓപ്ഷൻ കൊടുത്തു. 7 സംവത്സരം ക്ഷാമം ദേശത്ത് ശിക്ഷയായി, അല്ലെങ്കിൽ അത് വേണ്ട എങ്കിൽ 3 മാസം ശത്രുക്കൾ നിന്നെ പുറകെ വരിക. മൂന്നാമത് 3 ദിവസത്തെ മഹാമാരി. എന്ത് വേണമെന്ന് ദൈവം ദാവീദിനോട് ചോദിച്ചു. ദാവീദ് കുഴപ്പത്തിലായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനം ദാവീദ് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ വലിയ വിഷമത്തിലായി. അവസാനം പറഞ്ഞു, 24:14 പറഞ്ഞു, ദൈവമേ, ഞാൻ നിൻ്റെ കയ്യിൽ വീഴട്ടെ. ലെറ്റ് മീ ഫോൾ ഇൻ ടു യുവർ ഹാൻഡ്സ്. അപ്പോൾ നോക്കിക്കാട്ടെ, സങ്കീർത്തനക്കാരൻ പറഞ്ഞ വാക്കുകളുടെ ആഴം മനസ്സിലായോ? കാലങ്ങൾ മാറി വരും, എന്നാൽ കർത്താവിൻ്റെ കരത്തിന് മാറ്റമില്ല. ഒരിക്കലും പരാജയപ്പെടാത്ത കരമാണ് കർത്താവിൻ്റെ കരം. കരുണയുള്ള കരമാണ് കർത്താവിൻ്റെ കരം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, 3 ഓപ്ഷൻ എനിക്ക് തന്നല്ലോ, ഇതെനിക്ക് എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, കർത്താവേ, നിൻ്റെ കയ്യിൽ വീഴട്ടെ. ഉയർത്തുന്ന കരം, ആശ്വസിപ്പിക്കുന്ന കരം, അനുഗ്രഹിക്കുന്ന കരം,
വേണ്ടുന്നതൊക്കെ നൽകുന്ന കരം. അങ്ങനെയാണെങ്കിൽ 3 കാര്യം ഓർക്കണം വിശ്വാസികൾ. 1, എൻ്റെ ഭൂതകാലം ദൈവത്തിൻ്റെ കരത്തിലായി. അത് ഓർത്താൽ സ്തോത്രം ചെയ്യണം. ബി ഗ്രേറ്റ്ഫുൾ. 2, മൈ പ്രസൻറ്റ് ഈസ് ഇൻ ഗോഡ്സ് ഹാൻഡ്. അതാണ് സെക്യൂരിറ്റി. എൻ്റെ ഇന്നുകൾ ദൈവത്തിൻ്റെ കരത്തിലാണ്, ഭദ്രതയുള്ളതാണ്. മൈ ഫ്യൂച്ചർ ഈസ് ഇൻ ഹിസ് ഹാൻഡ്സ്. അതാണ് പ്രത്യാശ. എൻ്റെ നാളുകൾ ദൈവത്തിൻ്റെ കരത്തിലാണ്. എന്താണ് ഇത് നമ്മെ പഠിപ്പിക്കുക എന്ന് ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ കരത്തിൽ എൻ്റെ ജീവിതം ദിവ്യ പരിപാലനത്തിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കതുകൊണ്ട് ഇതിനെ ഒന്നും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കരത്തിൽ ഇരിക്കുന്നു. പരാജയപ്പെടാത്ത, ഉറപ്പുള്ള, കരുതുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൽ. അതിൻ്റെ അർത്ഥം എന്താണ്? 1, എൻ്റെ കാലഗതികൾ എൻ്റെ കയ്യിലല്ലെന്ന് അതിൻ്റെ അർത്ഥം. അതിന് സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയും. പലപ്പോഴും നമ്മുടെ വിചാരം നമ്മുടെ കയ്യിൽ നമ്മുടെ ജീവിതമാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്നാണ്. എന്നാൽ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മുടെ കരങ്ങൾ അതിന് പര്യാപ്തമല്ലെന്ന് മനസ്സിലാക്കുന്ന ചില സന്ദർഭമുണ്ട്. വി ആർ നോട്ട് ആഡിക്വറ്റ്. അപ്പോൾ എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കരത്തിലാണെന്നറിയുമ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ പരിമിതി ഒരു വിഷയമല്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കരത്തിലായതുകൊണ്ട്, എൻ്റെ കരങ്ങളിലായിരുന്നെങ്കിൽ എൻ്റെ പരിമിതി എൻ്റെ കാലഗതികളെ നിയന്ത്രിക്കത്തില്ലായിരുന്നു. എന്നാൽ എൻ്റെ കാലഗതികൾ പരിമിതിയില്ലാത്ത ദൈവത്തിൻ്റെ കരത്തിലായതുകൊണ്ട് ഭാരപ്പെടേണ്ട ആവശ്യം. ശിഷ്യന്മാർ ഈ സമുദ്രം ക്രോസ് ചെയ്യുന്ന സമയത്ത് കൊടുങ്കാറ്റടിച്ചിട്ട് തണ്ട് വലിച്ച് വലഞ്ഞെന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. തണ്ട് വലിച്ച്. എന്നാൽ അവരൊരു കാര്യം മനസ്സിലായി, അവരെ അക്കരയ്ക്ക് അയച്ച കർത്താവിൻ്റെ കരത്തിലായിരുന്നത് കൊണ്ട് അവരെ അക്കരെ എത്തിച്ചു. അവർക്ക് പരിമിതി ഉണ്ടായിരുന്നെങ്കിലും അവരെ അയച്ച കർത്താവിന് ഒരു പരിമിതിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പ് എവിടാന്നറിയാം? വേർ ഈസ് അവർ കോൺഫിഡൻസ്? എൻ്റെ കയ്യിലല്ല എൻ്റെ കാലഗതികൾ. എൻ്റെ കാലഗതികൾ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരത്തിലാണ്. ദാറ്റ് ഈസ് വെയർ വി ആർ സെക്യൂർ. അപ്പോൾ എൻ്റെ പരിമിതി ഒരു വിഷയമല്ല. 2, ഈ അൺസർട്ടനിറ്റി, അതായത് നമുക്കൊരു ഉറപ്പില്ലാത്ത അനുഭവമാണ് ചിലപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ. കാരണം ഇന്ന് ശരിയായി നാളെ ശരിയാകുമോ നമുക്ക് ഉറപ്പില്ലല്ലേ. ഞാനിതിനെ ഉദാഹരണമായിട്ട്, ഈ സുമയ്ക്ക് ഒരു കസിൻ സിസ്റ്റർ എറണാകുളത്ത് താമസിക്കുന്നു. അവിടെ താമസിക്കുന്നത് ഒരു കായലോരത്താണ്. ഞങ്ങൾ ചിലപ്പോഴൊക്കെ പോയി അവിടെ 1-2 ദിവസം വിശ്രമിക്കാനൊക്കെ പോയി താമസിക്കും. നല്ലൊരു ഭവനമാണ്. അപ്പോൾ അവിടെ താമസിക്കുന്ന സമയത്ത് ഈ കായലിലോട്ട് നോക്കും. കായലിലോട്ട് നോക്കുന്ന ഉടനെ ഈ ആഫ്രിക്കൻ പായലുണ്ടല്ലോ, ഒരു സമയമാകുമ്പോൾ അകത്തോട്ട് ഒഴുകുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ചു വരുന്ന പോലെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാന്ന് പറയുക, ഈ ആഫ്രിക്കൻ പായലിലെ ഒഴുക്ക് പോലെ ഒരു നിശ്ചയവും ഇല്ല. വേലിയേറ്റമാണെങ്കിൽ അകത്തോട്ടൊഴുകും, വേലിയിറക്കമാണെങ്കിൽ പുറത്തോട്ടൊഴുകും. ദർ ഇസ് നോ സ്റ്റെബിലിറ്റി. എന്നാൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ ജീവിതം ആഫ്രിക്കൻ പായൽ പോലെ അല്ല, ദൈവത്തിൻ്റെ കരത്തിലാണ്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു ജീവിതമല്ല എൻ്റെ ജീവിതം. എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കരത്തിലായതുകൊണ്ട് എന്താണത് പഠിപ്പിക്കുന്നതെന്നറിയാമോ? നിന്നിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ. ഫിലിപ്പ് ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, 4-ാം വാക്യത്തിൽ, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തേക്കി. ബിക്കോസ് യു ആർ ഇൻ ഗോഡ്സ് ഹാൻഡ്. പർപ്പസ്ലെസ് അല്ല, ഒഴുകിപ്പോകുന്നത് പോലെയല്ല. ചെറുപ്പമായിരുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അപ്പൂപ്പൻ താടി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. പ്രായമുള്ളവർക്കേ മനസ്സിലാകും. അതിങ്ങനെ പറന്നു വരും. അപ്പോൾ ചെറുപ്പത്തിൽ എല്ലാവർക്കും ഒരു ചെറിയ ഗെയിമുണ്ട്. അതൊന്ന് ഊതുന്നുണ്ടെ അത് പൊങ്ങിപ്പോവും. അങ്ങോട്ട് ഊതും ഇങ്ങോട്ട് ഊതും. പലരുടെയും ജീവിതം അങ്ങനെയാണെന്നാ ചിന്ത. ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവവൈതലിൻ്റെ ജീവിതം കാറ്റിനനുസരിച്ച് പോകുന്ന അപ്പൂപ്പൻ താടി പോലല്ല.
അപ്പസ്തലൻ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഐ നോ. നമ്മളിപ്പോൾ കേട്ടല്ലോ, ഐ നോ ഹും ഐ ഹാവ് ബിലീവ്ഡ്. ആ ദൈവം പറഞ്ഞു, നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ഞാനൊന്ന് പാരഫ്രൈസ് ചെയ്ത് പറയാം. ഇറ്റ് വിൽ ഓൾ എൻഡ് വെൽ. ഇറ്റ് വിൽ ഓൾ എൻഡ് വെൽ. ദൈവത്തിൻ്റെ കരുത്തിലാണ് എൻ്റെ കാലഗതികളെങ്കിൽ അവസാനിപ്പിക്കുമ്പോൾ അവൻ നന്നായി അവസാനിപ്പിക്കും. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും, പെർഫെക്റ്റ് ചെയ്യും. എത്ര മനോഹരം! അതുകൊണ്ടാണ് സഭാപ്രസംഗി പറഞ്ഞത്, ദൈവം എല്ലാം തൻ്റെ സമയത്ത് നന്നായി ചെയ്യുന്നു. ഹി മേക്സ് ഓൾ തിങ്സ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ടൈം. അതുകൊണ്ട് എന്താണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്? എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കരത്തിലാകും. 3, അൺസർട്ടനിറ്റി പോയെന്ന് മാത്രമല്ല, മൂന്നാമത് ഇൻസെക്യൂരിറ്റി ഇല്ലല്ലോ. നോ ഇൻസെക്യൂരിറ്റി, സെക്യൂറാണ്. പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു, ഞാൻ അവൻ ഉള്ളം കയ്യിൽ ഇരിക്കിയാൽ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യാൻ. പാട്ട് പാടുമ്പോൾ ചില വാക്കുകളൊക്കെ ഓർക്കണം. ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. വി ആർ ഇൻ ഹിസ് ഹാൻഡ്സ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത കരങ്ങൾ ഉണ്ട്. കർത്താവ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, എനിക്കുള്ളവയെ ഞാൻ അറിയുന്നു. യോഹന്നാൻ 10:29. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കയില്ല. വി ആർ സേഫ് ഇൻ ഹിസ് ഹാൻഡ്സ്. അതുകൊണ്ടാണ് യേശു കയ്യിൽ മാ സ്വൈര്യം എന്ന് നാം പാടുന്നത്. വി ആർ സേഫ് ഇൻ ഹിസ് ഹാൻഡ്സ്. അപ്പോൾ 3 കാര്യം നമ്മൾ മനസ്സിലാക്കി. ഞാൻ പരിമിതി ഉള്ളവനാണെങ്കിലും എൻ്റെ കാലഗതി ദൈവത്തിൻ്റെ കരത്തിലായതുകൊണ്ട് ഇറ്റ് ഈസ് ഓക്കെ. ഞാൻ ആയതുകൊണ്ടൊന്നും എനിക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. തണ്ട് വലിച്ച് വലഞ്ഞാലും പര്യാപ്തനായ ദൈവത്തിൻ്റെ കരത്തിലാണ് എൻ്റെ കരം. അതുകൊണ്ട് ഞാൻ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. മൂന്നാമത്, നാം ഭാരപ്പെടേണ്ട കാരണം, എത്ര ഇൻസെക്യൂർ സിറ്റുവേഷൻ ആയാലും, എത്രമാത്രം ഭദ്രതയില്ലാത്ത സ്ഥലമായാലും, ദൈവത്തിൻ്റെ കരത്തിലായതുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കാതെ കാക്കുന്നൊരു കരമുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. 4, എൻ്റെ കരത്തിലല്ലെന്ന് മാത്രമല്ല, സാഹചര്യത്തിൻ്റെ കരത്തിലല്ല എന്ന് മാത്രമല്ല. 3, മറ്റുള്ളവരുടെ കരത്തിലല്ല എൻ്റെ ജീവിതം. വാസ്തവത്തിലൊന്ന് ചിന്തിച്ചാൽ എത്ര സ്തോത്രം ചെയ്യണമെന്നറിയാമോ? വി ആർ നോട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് അതർ പീപ്പിൾ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഓ അവരെനിക്ക് ദോഷം ചെയ്യും, അവരെന്നെ ഉപദ്രവിക്കും. വേദപുസ്തകം പറയുന്നു, എൻ്റെ കാലഗതികൾ എൻ്റെ കയ്യിലല്ല, മറ്റുള്ളവരുടെ കയ്യിലുമല്ല, എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കരത്തിലാണ്. അതുകൊണ്ടാണ് 13-ാമത്തെ വാക്യത്തിൽ, എന്നെ ഭയപ്പെടുത്തുന്നവർ അനേകരാകുന്നു എന്നാലും സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ ഭയപ്പെടുന്നില്ല. അതിൻ്റെ കാരണം, എന്നെ ഭയപ്പെടുത്തുന്നവരുടെ കയ്യിലല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിൻ്റെ കരത്തിലാണ്. ഏറ്റവും നല്ല ഉദാഹരണം യോസേപ്പാണില്ലേ? യോസേപ്പിൻ്റെ സഹോദരന്മാർ ചിന്തിച്ചു അവരുടെ കരത്തിലായിരിക്കും എന്നവൻ. അതുകൊണ്ടാണ് പൊട്ടക്കിണറ്റിൽ ഇടാവുന്നതും വിറ്റ് കളയാവുന്നതും ഒക്കെ ചിന്തിച്ചു. പക്ഷെ ഒരു കാര്യം തമ്പുരാൻ പ്രൂവ് ചെയ്തു, യോസേപ്പ് സഹോദരന്മാരുടെ കരത്തിലല്ല, യോസേപ്പ് പൊത്തിപ്പേറിൻ്റെ കയ്യിലുമല്ല, യോസേപ്പ് ദൈവത്തിൻ്റെ കരത്തിലാണ്. ഇറ്റ്സ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്, നോട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് സർക്കംസ്റ്റൻസ്. സാഹചര്യത്തിൻ്റെ കയ്യിലല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം ആരുടെയും കയ്യിലല്ല. ഇവിടെ എസ്തേറിൻ്റെ കഥയൊക്കെ പറഞ്ഞല്ലേ? എസ്തേറിൻ്റെ കാലത്ത് ഇസ്രായേൽ ജനത്തെ, യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കാനായി കൽപ്പനയൊക്കെ വന്നതാ ഇല്ലേ? വാസ്തവത്തിൽ ഈ ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇതിനെല്ലാം പ്ലാൻ ചെയ്തത്. മൊർദെഖായിയെ കഴുകുമരത്തിലേറ്റാനും യഹൂദന്മാരെ എല്ലാം കൊല്ലാനും
പ്ലാൻ ചെയ്തതും കൽപ്പന തൻ്റെ കയ്യിൽ മേടിച്ചതും രാജാവിനെ കൊണ്ട് ഒപ്പിടിച്ചതും എല്ലാം ഹാമാനാണ്. അപ്പം ഹാമാൻ്റെ വിചാരം എന്തായിരുന്നെന്ന് അറിയാം, ഇവരെല്ലാം എൻ്റെ കയ്യിലാണ്. കഥയൊന്ന് വായിച്ചു നോക്കിയാൽ അവർക്ക് അറിയാം, ദൈവത്തിൻ്റെ ജനം ഹാമാൻ്റെ കയ്യിലല്ല, ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ കരത്തിലാണ്. അതുകൊണ്ട് സാധാരണ നമ്മൾ ചിലപ്പോഴൊക്കെ ഇരുന്ന് പറയും, അവരെനിക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ടെന്നില്ലേ. ഇന്ന് വചനം കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഒറ്റ ഉറപ്പോടെ പോകാവൂ. തമ്പുരാനിൽ ആശ്രയിക്കുകയും നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവെന്ന് ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവൻ ഉള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. എത്ര മനോഹരമില്ലേ. വി ആർ ഇൻ ഹിസ് ഹാൻഡ്സ്. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്നെ മറയ്ക്കും. 20-ാമത്തെ വാക്യത്തിൽ കാണും. ഇപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇത്രയും ഭയപ്പെടുത്തുന്നവരൊക്കെ ഉണ്ടെങ്കിലും എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ട്. അടുത്തതായിട്ട്, കർത്താവിൻ്റെ കരത്തിലാണെങ്കിൽ ആശങ്കയ്ക്ക് വഴിയില്ലല്ലോ. നമ്മളെല്ലാം ചിന്തിക്കും, നാളെ എന്തോ ആയിരിക്കും ഇല്ലേ. സീനിയർ സിറ്റിസൺ ആകുന്ന ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ പ്രായമാകുമ്പോൾ എങ്ങനെ ആയിരിക്കും, കുഞ്ഞുങ്ങൾ നോക്കുമോ, ഭാവി എങ്ങനെയായിരിക്കും, പ്രയാസമാകുമോ, ഇൻവാലിഡ് ആകുമോ, കിടപ്പായാൽ എന്ത് ചെയ്യും, മനുഷ്യരുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകളാകട്ടോ. എന്നാൽ ഇന്ന് നമുക്കൊരു കാര്യത്തിൽ ഉറയ്ക്കണം, നമ്മുടെ ദൈവത്തിൻ്റെ കരത്തിലാണ് നമ്മുടെ ജീവിതം. മൈ ഫ്യൂച്ചർ ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. ആങ്സൈറ്റിക്ക് യാതൊരു ആവശ്യവുമില്ല. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, 19-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക പ്രവർത്തിക്കുന്നതുമായ നിന്റെ നന്മ എത്ര വലുതാകും. വി ആർ ഇൻ ഹിസ് ഹാൻഡ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, നാളെ നനച്ച് കലങ്ങേണ്ട, ദുഃഖവേളകൾ വരും എന്ന് നീ കലങ്ങുകയും വേണ്ട, കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ, മനമേ ചഞ്ചലം എന്തിനായി, കരുതാൻ വല്ലഭനില്ലയോ. മൈ ടുമോറോ ഈസ് ഇൻ ഹിസ് ഹാൻഡ്സ്. എൻ്റെ നാളുകൾ ദൈവത്തിൻ്റെ കരത്തിലാണ്. എൻ്റെ ജീവിതത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ കരത്തിലാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ കരത്തിലാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരത്തിൽ ഇതെല്ലാം ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്രകാരം ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു സവാരിക്ക് പോകുന്ന ഒരു ഷിപ്പിൽ ആളുകൾ പോയി, എന്തുകൊണ്ടോ അതൊരു വലിയ സീ ഒന്ന് ട്രബിൾഡായി, അതായത് സമുദ്രം ഒരല്പം കലുഷിതമായി. അപ്പോൾ ആടി ഉലഞ്ഞു ഈ പോയ ഷിപ്പ്. കൊച്ചു ഷിപ്പാണ്. അപ്പോൾ അതിനകത്ത് ഇരിക്കുന്ന ആളുകളെല്ലാം ഭയപ്പെട്ടു. അപ്പോൾ അതിനകത്തൊരു കൊച്ചനെ പതുക്കെ അതിനകത്തൂടെ നടന്ന് ഡെക്കെ കയറിയച്ച് കപ്പിത്താൻ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ ഒന്ന് നോക്കി. നോക്കിയ ഉടനെ അദ്ദേഹം ഈ പിടിച്ചോണ്ടിരിക്കുകയാണ്, റഡർ പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചൻ വന്ന് നോക്കുന്ന കണ്ടുകൊണ്ട് ഈ കൊച്ചനെ നോക്കിച്ച് അദ്ദേഹം ഒന്ന് ചിരിച്ചു. ഹി സ്മൈൽഡ് അറ്റ് ഹിം. ആ കൊച്ചൻ വേഗത്തിൽ ഓടി ഇങ്ങ് ഇറങ്ങി താഴെ വന്നു. താഴെ വന്നിട്ട് പറഞ്ഞു, ആരും ഭയപ്പെടണ്ട കേട്ടോ, ആരും ഭയപ്പെടണ്ട. ക്യാപ്റ്റൻ ഈസ് ഓൺ ദ ഡെക്ക്, ഹീ ഈസ് ഹോൾഡിങ് ദ റഡർ. അദ്ദേഹം അതാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, അദ്ദേഹം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ആ കൊച്ചൻ പറഞ്ഞു, ഹീ സ്മൈൽഡ് അറ്റ് മീ. അവൻ നോക്കി, അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചത്. വിശ്വാസിയുടെ ഉറപ്പ് എവിടാന്നറിയാവും? സകലവും കർത്താവിൻ്റെ കരത്തിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നൗക കർത്താവിൻ്റെ കരത്തിലാണ്. ഹീ ഹോൾഡ്സ് ദ ഹാൻഡ്, എവ്രിതിങ്. ഹീ ഹോൾഡ്സ് ദ റഡർ. ഈ സകലത്തെയും നിയന്ത്രിക്കുന്ന, ചുക്കാൻ പിടിച്ചിരിക്കുന്നത് കർത്താവാണ്.
കർത്താവിൻ്റെ കരത്തിലിരിക്കുന്നു. ഇന്ന് നമ്മൾ കർത്താവിനെ ഒന്ന് നോക്കിയാൽ നമ്മെ നോക്കി പുഞ്ചിരിക്കുമെന്നാണ് എൻ്റെ പറയും. ലോകം കലങ്ങി മറിഞ്ഞാലും വി ആർ സേഫ് ഇൻ ഹിസ് ഹാൻഡ്സ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ബലഹീനനാണ്, സങ്കീർത്തനക്കാരൻ കഷ്ടത്തിലാണ്, സങ്കീർത്തനക്കാരൻ ദുഃഖത്തിലാണ്, സങ്കീർത്തനക്കാരൻ ഭയത്തിൻ്റെ നടുവിലാണ്. അദ്ദേഹം പറഞ്ഞ് ഞാൻ ഉടഞ്ഞ പാത്രം പോലെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞാണ്, എങ്കിലും യഹോവേ നീ എൻ്റെ ദൈവമാകുന്നു. രണ്ട്, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറയുകയാണ്, എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, മൈ ടൈംസ് ആർ ഇൻ ഹിസ് ഹാൻഡ്സ്, ഹീ ഹോൾഡ്സ് ദ ഫ്യൂച്ചർ. കർത്താവിൻ്റെ കരത്തിൽ നമ്മുടെ ജീവിതമായിരിക്കുന്നതുകൊണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഹൗ ഷുഡ് ബി റെസ്പോണ്ട്? കലുഷിതമായ ലോകമാണെന്ന് മനസ്സിലായി. സങ്കീർത്തനക്കാരൻ തന്നെ പറഞ്ഞു, ആളുകൾ മറന്നു പോകുന്നു, ഞാൻ ദുഃഖത്തിലാണ്, ഉടഞ്ഞ പാത്രം പോലെ ഇരിക്കുന്നു. എന്നാൽ എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലാണ്. ആ ഉറപ്പ് കിട്ടുമ്പോൾ ഞാനും നിങ്ങളും എങ്ങനെ പ്രതികരിക്കണം? ഹൗ ഷുഡ് ബി റെസ്പോണ്ട്? 21 വാക്യം നോക്കിക്കാട്ടെ. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, യഹോവ വാഴ്ത്തപ്പെട്ടവൻ, ബി ഗ്രേറ്റ്ഫുൾ. ഇത് മനസ്സിലാക്കിയെങ്കിൽ നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. എന്തിനാ സ്തോത്രം ചെയ്യുന്ന? കർത്താവേ, എൻ്റെ കാര്യങ്ങൾ നിൻ്റെ കയ്യിലായതുകൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ സ്തുതിക്കണം, എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിൻ്റെ കരുതലിനായി, പ്രോവിഡൻസ് ഓഫ് ഗോഡ്, നമ്മൾ അറിയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് വേണ്ടി വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരത്തിലാണ് എൻ്റെ ജീവിതമെന്ന് കണ്ടെത്തി 1000 സ്തോത്രം ചെയ്യണം ദൈവത്തെ. എത്ര മനോഹരമായി തമ്പുരാൻ കരുതുന്നു ഓർക്കുമ്പോൾ ദൈവത്തിന് ഏറെ സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മോനെ എൻജിനീയറിങ് കഴിഞ്ഞ സമയത്ത്, വർഷങ്ങൾക്ക് മുമ്പാണ്, അപ്പോൾ ഞാനും ആ ലൈനിലൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ സഹായിച്ച ഒരു മനുഷ്യനുണ്ട്, കോൺട്രാക്ടർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൊക്കെ ഞാൻ ഒരുപാട് അഡ്വൈസ് കൊടുക്കുകയും ഡിസൈൻ ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ പേരും ചെറിയാനെന്ന് തന്നെ. അപ്പോൾ അവൻ ഗ്രാജുവേറ്റ് ചെയ്തപ്പോൾ ഞാൻ ചെറിയാനെ വിളിച്ചേച്ചു പറഞ്ഞു, ചെറിയാച്ച, എൻ്റെ മോൻ ഗ്രാജുവേറ്റ് ചെയ്തു കേട്ടോ, അതുകൊണ്ട് ഒരു ജോലിക്കൊക്കെ അപേക്ഷിക്കുന്നതിന് മുമ്പേ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നത് നല്ലതാണ്. അതുകൊണ്ട് കോൺട്രാക്ട് സൈറ്റിലൊക്കെ കൊണ്ടുപോയി ഒന്ന് പരിചയപ്പെടുത്തണം, ഒരു എക്സ്പീരിയൻസ് കൊടുക്കണം. അതിനാ സാറേ, ഞാൻ നിശ്ചയമായിട്ടും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് എറണാകുളത്താണ്. അപ്പോൾ തിരുവല്ലായിൽ നിന്ന് എൻ്റെ മോനെ ട്രെയിനിൽ കയറി എല്ലാ ദിവസവും രാവിലെ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരിക്കും. അദ്ദേഹം ബിസി ആയിരുന്നതുകൊണ്ട് ഈ കോൺട്രാക്ട് സൈറ്റിലൊന്നും കൊണ്ടുപോകാൻ ഒത്തില്ല. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ അവിടെ ചെല്ലും, അവിടെ ഇരിക്കും, വൈകുന്നേരത്തെ ട്രെയിനിൽ കയറി വീട്ടിൽ വരികയും ചെയ്യും. എന്നാൽ അവിടെ ഇരുന്ന സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ, മാനുവൽസ് എന്ന് പറയും, മാനുവൽസ് അവിടെ ഇരിപ്പുണ്ട്. അതിലൊരു നല്ല ശതമാനം മാനുവൽസും ഈ സ്വിച്ച് ഗിയേഴ്സിനെ കുറിച്ചാണ്. എഞ്ചിനീയറിങ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്, വലിയ ഈ ഹൈ ടെൻഷൻ, അതിൻ്റെ സ്വിച്ച് ഗിയേഴ്സിനെ കുറിച്ച്. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഏതായാലും സൈറ്റിലൊന്നും കൊണ്ടുപോകുന്നില്ല, അതിങ്ങനെ മറിച്ച് വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ MRF എന്നൊരു ഇൻ്റർവ്യൂ കാണും. അവിടെ ചെന്നപ്പോൾ അവർ ചോദിച്ച വിഷയം സ്വിച്ച് ഗിയറാണ്. തമ്പുരാന് മാത്രമേ ഇങ്ങനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ കരത്തിൽ നമ്മുടെ ആയുസ്സിരിക്കുമ്പോൾ സകലവും നിയന്ത്രിക്കുന്നത് ദൈവമാണ്. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സമൃദ്ധിയായി തരാൻ കഴിവുള്ളൊരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആശങ്കയ്ക്ക് ആവശ്യമില്ല. ദൈവത്തിനേറെ സ്തോത്രം ചെയ്യണം. 2, പ്രാർത്ഥിക്കണം. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ 2-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നിൻ്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 22-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. എങ്കിലും ഞാൻ നിന്നെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ. അപ്പോൾ ദൈവത്തിൻ്റെ ദാസൻ പ്രാർത്ഥിക്കുന്നതായി കാണും.
സോ ഈ വിശ്വാസം നമ്മുടെ ഉള്ളത്തിലുള്ളപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തോട്. ഇനി നോക്കിക്കാട്ടെ, 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ ലവ് ദ ലോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ കരത്തിൽ എൻ്റെ ആയുസ് ഉണ്ടെന്നുള്ള ഉറപ്പ് എനിക്ക് ലഭിച്ചതുകൊണ്ട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം? ഒന്ന്, ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവെ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. രണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കണം. മൂന്ന്, ദൈവത്തെ സ്നേഹിക്കണം. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ. ഇനി നോക്കിക്കാട്ടെ, നാലാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടു. ബി കറേജസ്. എന്തുകൊണ്ടാണ് ധൈര്യപ്പെട്ടിരിക്കേണ്ടത്? എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കരത്തിലാകുന്നു. അതുകൊണ്ട് നാം ധൈര്യപ്പെട്ടിരിക്കണം. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അപ്പോൾ ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ ദൈവം നിറപടിയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്നേഹിച്ച് ആയുസ്സിൽ ധൈര്യത്തോടെ ഇരിക്കണം. അതിനകത്തൊരു ചെറിയ മീനിങ് കൂടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഡു വാട്ട് ഗോഡ് വാണ്ട്സ് യു ടു ഡു. നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെ ഡു വാട്ട് ഗോഡ് വാണ്ട്സ് യു ടു ഡു. ഒരാൾ പറഞ്ഞു, ദൈവത്തിൻ്റെ ദിവ്യ പരിപാലനത്തിൽ ജോലിയൊക്കെ കണ്ടെത്താൻ ദൈവത്തിന് കഴിയും. ദൈവം നമുക്ക് വേണ്ടി ജോലി ഒരുക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ അപ്ലൈ ചെയ്യരുതെന്നല്ല. ഗോഡ് വിൽ പ്രൊവൈഡ് എ ജോബ്. അതിൻ്റെ അർത്ഥം നമ്മൾ അപേക്ഷിക്കരുതെന്നല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ധൈര്യത്തോടെ ചെയ്യണം. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ ക്ഷീണിച്ച് മടുത്തു പോവുകയല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്നേഹിച്ച് ധൈര്യത്തോടെ ഉറപ്പോടെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചത് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഞാനതിന് ഒരു ഉദാഹരണം കൂടെ പറയട്ടെ. പഴയ പുറപ്പാട് പുസ്തകത്തിൽ മോശ ജനിക്കുന്ന സമയത്ത് വലിയ പ്രയാസമുള്ളൊരു കാലഘട്ടത്തിലാണ് മോശ ജനിക്കുന്നത്. അമ്രാം യോക്കെബേദും ആ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നൊരു സന്ദർഭമായിരുന്നു. കാരണം ഈ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന കൽപ്പന വന്നിരിക്കുന്ന സമയത്ത് കുറച്ചു നാളൊക്കെ ഒളിച്ചു വെച്ചു. ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കുന്ന ഒരു സമയത്ത് വാട്ട് ക്യാൻ വി ഡു, ഇനി എന്തോ ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന സമയത്താണ് അവരൊരു ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കി നീല നദിയിൽ ഒഴുക്കാൻ തീരുമാനിച്ചു. ഞാൻ എപ്പോഴും അത് ഓർക്കും. ഒഴുക്കിക്കളയുന്നതിൻ്റെ തലേ രാത്രി എന്ത് നടന്നിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചു, ഭാവനയെ ചിന്തിക്കണം. ഈ ഒഴുക്കാൻ തീരുമാനിച്ചു. കുഞ്ഞിനെ നീല നദിയിൽ ഒഴുക്കാനായി അപ്പനും അമ്മയും സഹോദരങ്ങളും കൂടെ തീരുമാനിച്ചു. അതിൻ്റെ തലേ രാത്രി എന്ത് സംഭവിച്ചു കാണും? എൻ്റെ വിചാരം ഞാൻ പറയാം. ആ ഞാങ്ങണപ്പെട്ടകം ഒരുക്കി കഴിഞ്ഞ് അതേലൊക്കെ കീലുമൊക്കെ തേച്ച് ഉണക്കിയതിന് ശേഷം അവർ മുറിയുടെ നടുവിൽ വെച്ച് കുഞ്ഞിനെ അതിൻ്റെ നടുവിൽ കിടത്തിയേച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ച് കാണുമെന്ന് എൻ്റെ വിചാരം. ദൈവത്തിൻ്റെ കരത്തിലാണല്ലോ കുഞ്ഞ്. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ഈ കുഞ്ഞിനെ നീലനദിയിലോട്ടിടുകയല്ല, വി ആർ പ്ലേസിങ് ഇൻ യുവർ ഹാൻഡ്സ്. നീലനദിയിലോട്ടിടുകയല്ല, ഞങ്ങൾ ഈ കുഞ്ഞിനെ നിൻ്റെ കരത്തിൽ. ആ കരം പരാജയപ്പെട്ടില്ലല്ലോ. നെവർ ഫെയിൽസ്. ഇന്ന് രാത്രി ഈ ഭാരത്തോടെ പ്രയാസത്തോടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാലഗതികൾ ദൈവത്തിൻ്റെ കരത്തിലാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇന്ന് നമ്മുടെ എല്ലാ ഭാരങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും put it in the hands of God. It is safe. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ, അഞ്ചാമതൊരു കാര്യം കൂടെ. ഇപ്രകാരമാണ് നാം വായിക്കുന്നത് 5-ാം വാക്യത്തിൽ: കർത്താവേ, നിൻ്റെ കയ്യിൽ എൻ്റെ ആത്മാവിനെ പരമേൽപ്പിക്കുന്നു. ലോകത്തിലേക്ക് വിലയേറിയ കാര്യമാണല്ലോ ആത്മാവില്ലയോ? സങ്കീർത്തനക്കാരൻ പറയുക, കർത്താവേ, ഐ ട്രസ്റ്റ് യു. അപ്പോൾ ജീവിതത്തിൻ്റെ ഭാരങ്ങളുടെ സമയത്ത് നമുക്കൊരു കാര്യം ദൈവത്തോട് പറയാം, കർത്താവേ, ഐ ട്രസ്റ്റ്.
വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം തന്നെ കാണും. പ്രൈസ് ദി ലോർഡ്. സൗദി അറേബ്യയിലെ കൺവെൻഷന് പോകാൻ ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുമ്പാണ്. അവിടെ കൺവെൻഷൻ അനുവാദമല്ല, പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഫാം ഹൗസിൽ നിറച്ച് ജനമായിരുന്നു. അപ്പോൾ അന്ന് ആ കൺവെൻഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സഹോദരൻ്റെ വീട്ടിൽ ഉണ്ണാൻ പോയി. ഉണ്ണാൻ പോയപ്പോഴേ ഉണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ, ഇന്ന് പ്രസംഗിച്ചത് എൻ്റെ ചരിത്രമാണ്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ, എന്നോടൊന്ന് പറഞ്ഞാൽ എനിക്കും അതൊരു സന്തോഷമായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു, സാറേ, ഞാനിവിടെ ഒരു ജോലി ചെയ്യുന്ന ആളാണ്, പക്ഷേ ജോലിയോടുകൂടെ സൈഡിൽ കൂടെ ഒരു ബിസിനസ്സൂടെ ഞാൻ ചെയ്യാൻ തുടങ്ങി. ബിസിനസ് ചെയ്യുന്നതിന് താൻ ചില ആളുകളെ ഏൽപ്പിച്ചു. താൻ എംപ്ലോയ് ചെയ്തിട്ട് ചില ആളുകളെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന് ദിവസം തോറും ജോലിക്ക് പോകണം, എങ്കിലും ബിസിനസ് തൻ്റേതാണ്. കുറച്ച് പേരെ ഏൽപ്പിച്ചു. എന്നോട് പറഞ്ഞു, എൻ്റെ സാറേ, അവരെന്നെ വഞ്ചിച്ചു. പണം അടയ്ക്കേണ്ട സമയത്ത് അടച്ചില്ല, ദുരുപയോഗം ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഒരു ചെക്ക് എഴുതി പേയ്മെൻറ്റിന് കൊടുത്ത സമയത്ത് അത് ബൗൺസ് ചെയ്തു, കാരണം ബാങ്കിൽ പണമില്ല. അപ്പോൾ ഇദ്ദേഹം പണം അടച്ചു കാണുമെന്നും കണ്ടാണ് അദ്ദേഹം ചെക്ക് കൊടുക്കുന്നത്. ചെക്ക് കൊടുത്തപ്പോൾ തിരിച്ച് ബൗൺസ് ചെയ്തു. സൗദിയിലൊക്കെ ഒരു പ്രയാസമുണ്ട്, ചെക്ക് ബൗൺസ് ചെയ്താൽ കുറ്റമാണ്. സമയം കൊടുത്തു. സമയം കൊടുത്തേച്ച് പറഞ്ഞു, ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ ഇത് അടയ്ക്കണം. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാവുന്ന വഴിയെല്ലാം ഞാൻ നോക്കി, ഒരു വഴിയിലും എനിക്ക് അടയ്ക്കാനൊത്തില്ല, തീർക്കാനൊത്തില്ല. അപ്പോൾ കൊടുത്ത ആ ഡേറ്റിൻ്റെ ആ തലേ രാത്രിയിൽ അവരെ പാവിരിച്ചു. എല്ലാ ദിവസവും അവർ പാവിരിച്ച് പ്രാർത്ഥിക്കുന്നവരാ. മുട്ടുമടക്കി വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്നോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ഈ സാഹചര്യത്തിൽ വന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാം. ഞങ്ങളാലാവോളം ചെയ്യേണ്ടത് ചെയ്യാൻ ശ്രമിച്ചു എന്നും നിനക്കറിയാം. ഇനിയും ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനൊക്കത്തില്ലെന്നും നിനക്കറിയാം. ഇത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ വഞ്ചിച്ചത് കൊണ്ടാണെന്നും നിനക്കറിയാം. അതുകൊണ്ട് കർത്താവേ, ഈ പ്രശ്നം നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇത് കഴിഞ്ഞേച്ച് പറഞ്ഞതാണ് എന്നെ വേറെ ധൈര്യപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, സാറേ, അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കയറി കിടന്നുറങ്ങിയെന്ന്. പിറ്റേ ദിവസം അറസ്റ്റ് വരുന്ന സമയമാണ്, അറസ്റ്റ് വാറൻറ്റ്. എങ്ങനെ ഉറങ്ങുമില്ലേ? അപ്പോൾ എൻ്റെ വിചാരം, ഇന്നത്തെ പ്രസംഗം അനുസരിച്ച് അദ്ദേഹം ചിന്തിക്കുകയാണ്, എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കരത്തിലാണ്. മൈ ടൈംസ് ആർ ഇൻ ഹിസ് ഹാൻഡ്സ്. പ്രൈസ് ദി ലോർഡ്. ഒരതിശയം അന്ന് രാത്രി നടന്നു. ആരോ ഈ ദേശത്ത് നിന്ന് വയർ ട്രാൻസ്ഫർ ചെയ്തു പണം. എനിക്കത് രണ്ടാമത്തെ അത്ഭുതമാണ്. വലിയ അത്ഭുതം ഏതാണെന്നറിയാവോ? നാളെ അറസ്റ്റ് വരും എന്നറിഞ്ഞിട്ടും കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേച്ച് ഉറങ്ങിയെന്ന് പറയുന്നത്, അതാണ് അത്ഭുതം. പിറ്റേ ദിവസം തമ്പുരാൻ പ്രവർത്തിച്ചു. അപ്പോൾ ദൈവം നമ്മോട് പറയുന്നത് എന്നാണെന്നറിയാവോ? മൈ ടൈംസ് ആർ ഇൻ ഹിസ് ഹാൻഡ്സ്. നമ്മുടെ കയ്യിലല്ലാത്തതിന് സ്തോത്രം. നമുക്ക് പരിമിതിയുണ്ട്. വി ആർ ലിമിറ്റഡ്. മറ്റുള്ളവരുടെ കയ്യിലല്ലാത്തതിന് സ്തോത്രം. ശത്രുക്കളുടെ കയ്യിലുമല്ല എൻ്റെ കാലഗതികൾ, സാഹചര്യത്തിൻ്റെ കയ്യിലുമല്ല എൻ്റെ കാലഗതികൾ. എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കരത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അതാകണമെന്നുണ്ടെങ്കിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞ 2 കാര്യം ഏറ്റു പറയണം. യഹോവേ, നീ എൻ്റെ ദൈവമാകും. യു ആർ മൈ ഗോഡ്. വേറെ ഒരു ദൈവവുമില്ല, എനിക്ക് നീ മാത്രം. 2, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. 14-ാമത്തെ വാക്യത്തിൽ, ലോർഡ്, ഐ ട്രസ്റ്റ് ഇൻ യു. യു ആർ മൈ ഗോഡ്. അതിനോട് ചേർത്ത് പറയുന്നതാണ്, എൻ്റെ കാലഗതികളൊക്കെ നിൻ്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്. ആ കരത്തിലാണെങ്കിൽ ഒരു ദോഷവും വരാതെ കാക്കാൻ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ആമേൻ. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതല്ല, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു. തൻഹിതം ഞാൻ അറിയുന്നു. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാ വന്നിടുന്നേ മോദമാ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ. എൻ തലയിലെ മുടികളെല്ലാം അവൻ എണ്ണി അറിയുന്നു. ഒന്നതിൽ നിലത്ത് വീണിടണമെങ്കിൽ ഉന്നതൻ അറിഞ്ഞേ സാധ്യമാകത്തുള്ളൂ. നമ്മുടെ കാലഗതികൾ, മൈ ടൈംസ്, ദൈവത്തിൻ്റെ കരത്തിലാവും. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഭാരങ്ങൾ മുമ്പോട്ടെങ്ങനെ ദൈവമേ, ആരോഗ്യം എങ്ങനെ കർത്താവേ, ആയുസ് എങ്ങനെ, ഞങ്ങളുടെ ഭാവി എവിടെ, കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ, വാർദ്ധക്യത്തിൽ എങ്ങനെ, ജീവിത വഴികളിൽ എങ്ങനെ, എൻ്റെ ജോലി എവിടെ കർത്താവേ, വിവിധമായ കാര്യങ്ങളിൽ ഉള്ളം വലയുമ്പോൾ സങ്കടപ്പെട്ട് ഉടഞ്ഞ പാത്രം പോലെ ആയ ഒരു മനുഷ്യൻ തൻ്റെ വിശ്വാസത്തിൽ ഇപ്രകാരം പ്രഖ്യാപിച്ചു. വേദനയുടെ നടുവിലാണ്, സങ്കടങ്ങളുണ്ട്, മറന്നു കളഞ്ഞവരുണ്ട്, വേദനയുടെ നടുവിലാണ്. എൻ്റെ നടുവിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ ദൈവമാകും. യു ആർ മൈ ഗോഡ്. എൻ്റെ പാറ നീയാണ്, എൻ്റെ കോട്ട നീയാണ്, എൻ്റെ ദുർഗം നീയാണ്. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഐ ട്രസ്റ്റ് യു. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഉറപ്പോടെ പറഞ്ഞു, എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലാകും. നാം കേട്ട കഥയിലെ പോലെ ഉറങ്ങാൻ ഒരു പ്രയാസവുമില്ല. കാരണം നാളെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇന്നലകൾ അവൻ്റെ കയ്യിലായിരുന്നു, ഇന്ന് അവൻ്റെ കയ്യിലാണ്, നാളെയും അവൻ്റെ കയ്യിലാണെങ്കിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ബലഹീനമായ എൻ്റെ കരത്തിലല്ല, അതിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ കുഴഞ്ഞു പോയേനെ. സാഹചര്യത്തിൻ്റെ കയ്യിലല്ല, അല്ലെങ്കിൽ ഞാൻ കർത്താവെ അലഞ്ഞു പോയേനെ. ശത്രുക്കളുടെ കയ്യിലല്ല, ഞാൻ തകർന്നു പോയേനെ. എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലാകും. ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാട്ടെ. എന്താണ് പ്രതികരണം? ഹൃദയത്തിൽ നിന്ന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറയണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവസാനം പറയണം, കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഐ ട്രസ്റ്റ് യു. വാഴ്ത്തപ്പെട്ട കർത്താവെ, ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിന് സ്തോത്രം. ഇന്ന് ഭാരത്തോടെ ആരെങ്കിലും, ആശങ്കയോടെ, ആങ്ഷ്യസായി, ഹൃദയം വലഞ്ഞ് അലഞ്ഞ്, സങ്കീർത്തനക്കാരനെ പോലെ, പൊട്ടിയ പാത്രം പോലെ, ഉടഞ്ഞ പാത്രം പോലെ, നാളെ എന്തെന്ന് ആശങ്കയോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവരുടെ ഹൃദയത്തിലൊരു ഉറപ്പ് കൊടുക്കണമേ. അവരുടെ കാലഗതികൾ ശക്തനായ, വലിയവനായ, നിത്യനായ, മാറ്റമില്ലാത്തവനായ, സ്നേഹിക്കുന്നവനായ, പരാജയപ്പെടാത്തവനായ ദൈവത്തിൻ്റെ കരുത്തിലാണെന്ന് ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഉറപ്പോടെ ഞങ്ങൾ പോകട്ടെ കർത്താവേ, ഉറപ്പോടെ ഞങ്ങൾ പോകട്ടെ. നാളെക്കുറിച്ച് ഞങ്ങൾക്ക് കർത്താവേ വിഷയങ്ങളാണ്, പക്ഷേ അതിനെക്കുറിച്ച് വിചാരപ്പെടുന്നില്ല. കാരണം നീ ഏറ്റെടുത്തത് കൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.